ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സെൻറ്റൻസ് ഉണ്ട്. നമ്മൾ പറയാറില്ലേ, എനിക്കങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ തോന്നുന്നില്ല, എനിക്കത് പറയാൻ തോന്നുന്നില്ല. ഈ ഒരു ടൈപ്പ് സെൻറ്റൻസ് എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരൊറ്റ ഫ്രേസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ പറയാനായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു ഫ്രേസാണ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. എന്താണ്? ഐ ഡോണ്ട് ഫീൽ ലൈക്ക്, എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫ്രേസാണ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. ഇനി എന്ത് ചെയ്യാനാണ് നമുക്ക് തോന്നാത്തത്, നമുക്ക് എന്ത് കാര്യം ചെയ്യാനാണ് തോന്നാത്തത്, ആ കാര്യം നമ്മൾ ING ഫോമിൽ എടുത്ത് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസുകളിലൂടെ പറഞ്ഞു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയണം. എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല, എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല. നമ്മളെല്ലാവരും പറയുന്നതാണ് എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല. എങ്ങനെ പറയാം? ചെയ്യുക എന്നുള്ളത് ഡു എന്നാണല്ലേ, എല്ലാവർക്കും അറിയാം. ഡു എന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ അതിന് ING ഫോമിൽ എടുക്കുമ്പോൾ എന്തായിരിക്കും? ഡൂയിങ് ആയിരിക്കും അല്ലേ, ഡൂയിങ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് വെച്ചിട്ട് എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്, എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് അവിടെ പോകാൻ തോന്നുന്നില്ല. എങ്ങനെ പറയാം? എനിക്കവിടെ പോകാൻ തോന്നുന്നില്ല. നമ്മൾ പറയാറുണ്ടല്ലേ, എനിക്കവിടെ പോകാൻ തോന്നുന്നില്ല. എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ദർ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ദർ. വളരെ സിമ്പിളല്ലേ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ എന്താണോ പറയുന്നത് അതിന് നമ്മൾ ING ഫോമിൽ എടുത്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ പോകുക എന്ന് വെച്ചാൽ ഗോ ആണല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന് ING കൂടെ ചേർത്ത് കൊടുത്താൽ മതി, ഗോയിങ്. ഓക്കെ. അപ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ദർ, എനിക്കവിടെ പോകാൻ തോന്നുന്നില്ല. ING ഫോമിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. എനിക്കിത് പഠിക്കാനേ തോന്നുന്നില്ല, എനിക്കിത് പഠിക്കാൻ തോന്നുന്നില്ല. എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് സ്റ്റഡിയിങ് ഇറ്റ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് സ്റ്റഡിയിങ് ഇറ്റ്. സ്റ്റഡി എന്ന് വെച്ചാൽ പഠിക്കുക എന്നാണ്. പിന്നെ നമ്മൾ ING ചേർത്ത് കൊടുക്കുക കേട്ടോ, സ്റ്റഡിയിങ്. ഓക്കെ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് സ്റ്റഡിയിങ് ഇറ്റ്, എനിക്കിത് പഠിക്കാനേ തോന്നുന്നില്ല. നെക്സ്റ്റ്, എനിക്ക് അവളെ വിളിക്കാൻ തോന്നുന്നില്ല. എനിക്ക് അവളെ വിളിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പറയാം? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് കോളിങ് ഹർ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് കോളിങ് ഹർ. കോൾ എന്ന വേർബിന് കൂടെ നമ്മൾ ING ചേർത്ത് കൊടുക്കുക, കോളിങ്. എനിക്ക് അവളെ വിളിക്കാനേ തോന്നുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് അവരെ ക്ഷണിക്കാൻ തോന്നുന്നില്ല. എനിക്ക് അവരെ ക്ഷണിക്കാൻ തോന്നുന്നില്ല. എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇൻവൈറ്റിംഗ് ദം. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇൻവൈറ്റിംഗ് ദം, എനിക്ക് അവരെ ക്ഷണിക്കാൻ തോന്നുന്നില്ല. ഇൻവൈറ്റ്, ക്ഷണിക്കുക. ഇൻവൈറ്റ് എന്നുള്ള വേർബിൻ്റെ കൂടെ നമ്മൾ ING ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എനിക്ക് അവരെ ക്ഷണിക്കാൻ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇൻവൈറ്റിംഗ് ദം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്നെങ്ങനെ പറയാം? എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഭക്ഷണം കഴിക്കുക, ഈറ്റിംഗ് ഫുഡ് എന്നാണല്ലേ. അതിൻ്റെ മുമ്പ് നമ്മൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് ഫുഡ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് ഫുഡ്. അങ്ങനെ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല എന്നാകുമ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് വാട്ടർ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് ജ്യൂസ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് ടീ. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു ബെഡ്. അങ്ങനെ പറയാം കേട്ടോ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു ബെഡ്, എനിക്ക് ഉറങ്ങാനേ തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പോകാൻ തോന്നുന്നില്ല. ഓക്കെ. ഐ മാത്രം സബ്ജക്റ്റ് ആക്കിയിട്ട് പറയണം എന്നില്ല കേട്ടോ. നമുക്ക് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും ഡോണ്ട് ഫീൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഹിയോ ഷിയോ ഒക്കെ ആണെങ്കിൽ ഡോണ്ടിന് പകരം നമ്മൾ ഡെസിൻ്റെ ആണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഡോണ്ടിന് പകരമായിട്ട് നമ്മൾ ഡെസിൻ്റെ ഉപയോഗിക്കുക. കാരണം അത് സിംഗുലർ സബ്ജക്റ്റ് ആണല്ലേ. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റായ ഐയും യുവും ദേയും വിയും ഒക്കെ വരുമ്പോൾ എന്താണ് നമ്മൾ ഡോണ്ട് ഉപയോഗിക്കുക കേട്ടോ. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഡോണ്ട് ഉപയോഗിക്കുക. അതുപോലെ സിംഗുലർ സബ്ജക്റ്റാണ് വരുന്നത് എങ്കിൽ നമ്മളവിടെ ഡെസിൻ്റെ ഉപയോഗിക്കുക. അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോകാൻ തോന്നുന്നില്ല, ചെയ്യാൻ തോന്നുന്നില്ല, വിളിക്കാൻ തോന്നുന്നില്ല, ഇങ്ങനെയുള്ള സെൻറ്റൻസ് പറയാനായിട്ട് നമ്മൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്നാണ് കേട്ടോ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. ഇനി അവനാണ് സബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഹി ഡസൻ ഫീൽ ലൈക്ക്, അങ്ങനെ ഉപയോഗിക്കാവുന്ന കേട്ടോ. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക. പിന്നെ വേർബിനെ നമ്മൾ ING ഫോമിൽ എടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്